വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഒരു കൂൺ കറി വയ്ക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അമ്മ എവിടെ കണ്ടാലും വാങ്ങും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് വാങ്ങിച്ചു. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൂൺ കറി വയ്ക്കുന്നത്. നമുക്ക് കറി വയ്ക്കാം. നമ്മൾ സാധാരണ കൂൺ വയ്ക്കുന്നത് ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിടും. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൂണ് ഒന്ന് ഒരു 5 മിനിറ്റ് മുക്കി വയ്ക്കും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറി കിട്ടും. 5-10 മിനിറ്റ് ഇതേപോലെ ഇരുന്നാലേ മാറുള്ളൂ. ഒന്നും കൂടെ കഴുകാം. ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞാണ് എടുക്കേണ്ടത്. വെള്ളമല്ല ഇതിൽ കയറി പിടിച്ച്, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടാണ് ഇതിനകത്ത് എടുത്തിടാൻ. വെള്ളമല്ല ഇതിൽ കയറി പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണം ഒന്ന് അരിഞ്ഞെടുക്കാൻ. നമ്മൾ വലിയൊരു പീസ് ആയതുകൊണ്ട് അരിഞ്ഞെടുക്കുന്നു. ഇത് കുറച്ച് പാടാണ് അരിഞ്ഞെടുക്കാൻ. ഇതാണ് ശരിക്കുള്ള കൂണിൻ്റെ ഷേപ്പ്. ഇപ്പോൾ ഷേപ്പൊക്കെ പോയി, ഇപ്പോൾ വല്ലാത്തൊരു ഷേപ്പാണ്. ഇത് ചിപ്പിക്കൂണാണ്. ായിട്ട് മുറിച്ചെടുക്കാം. ഈ രീതിയിൽ വേണം മുറിച്ചെടുക്കാൻ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാം. കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. അടുപ്പ് കത്തിക്കാണ്. നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. നമുക്കിനി കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടുണ്ട് കേട്ടോ.
കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ വഴറ്റിയെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. കൂണിന് വേവ് കുറവാണ്, അതുകൊണ്ട് ചെറുതായിട്ട് വെന്ത് കിട്ടിയാൽ മതി. പെട്ടെന്ന് കൂണ് വേവും. കുറച്ച് നേരം ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഈ സമയം ഞാൻ പപ്പ പിടിച്ചുകൊണ്ട് വന്ന ചെമ്പല്ലി ഉണ്ട്, അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതാണ് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീൻ. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഉള്ളി വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് കൂണിട്ട് കൊടുക്കാം. കാണുമ്പോൾ ഇത്ര എന്തെങ്കിലും വെന്തിട്ടുണ്ടോ ഇത്രയൊന്നും കാണില്ല, കുറച്ചേ കാണുള്ളൂ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം റെഡി ആവാറായി. എനിക്കിങ്ങനെ കഴിക്കുന്നതിന് പല രീതിയിലും കറി വയ്ക്കാൻ പറ്റും. കേട്ടില്ല, എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കൂടുതൽ. ഇത് തോരൻ വയ്ക്കും, അല്ലാണ്ട് കറിയാക്കാം, തീയൽ വയ്ക്കാം, പല രീതിയിൽ വയ്ക്കാം. എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഇത് പല രീതിക്കും വയ്ക്കും, തോരൻ വയ്ക്കും, കറി വയ്ക്കും, തീയൽ വയ്ക്കും, പല രീതിക്കും വയ്ക്കും. പക്ഷെ എനിക്ക് ഈ മെഴുക്ക് വരട്ടി വയ്ക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ കൂൺ മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തിയാലേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. ബൈ.